ഹലോ, ശിവാസ് കിച്ചൻ ലാൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചുരക്ക വെച്ചിട്ട് തേങ്ങയൊന്നും അരക്കാതെ തന്നെ വളരെ എളുപ്പത്തിലൊരു മോരുകറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ചുരക്ക അതിൻ്റെ സ്കിന്നും സീഡൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ചില സ്ഥലത്തൊക്കെ ഇതിനെ ചിരങ്ങാന്നും പറയാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചുരക്ക അല്ലെങ്കിൽ ചിരങ്ങ കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഫോട്ടോ കാണിക്കുന്നത്. പാത്രം ചൂടായതിനു ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ചെറിയൊരു കഷ്ണം പട്ട, 2 ഗ്രാമ്പു, ഒരു ഏലക്ക, ഒരു 5 or 6 കുരുമുളക്, 1/4 ടീസ്പൂൺ നല്ല ജീരകം, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം എന്നിവ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ചുരക്ക ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. വീണ്ടും നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഒരു 1/4 ടീസ്പൂൺ കായവും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ എത്രയാണോ ചുരക്കി എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഈ ഒരു അളവിൽ ചേർത്ത് കൊടുക്കുന്നത്. പൊടികളുടെയൊക്കെ ഒരു പച്ചമണം നന്നായിട്ട് മാറിയതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, നമ്മുടെ ഈ ഒരു ചുരക്ക വേവാൻ ആവശ്യമായ വെള്ളം മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചുരക്കയിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് ചുരക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ ചൂട് ചെറുതായിട്ട് ഒന്ന് ആറി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈരാണ്. അപ്പോൾ ഞാനിതൊന്ന് മിക്സിയിൽ അടിച്ചതിന് ശേഷമാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. തൈര് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മല്ലിയിലൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ലാസ്റ്റ് ഈ ഒരു സമയത്ത് നമുക്ക് മല്ലിയില അരിഞ്ഞതും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ചുരക്ക മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.